സ്പെയിനിലേക്ക് ഇടിച്ചെത്തിയിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ്റെയും മുസ്ലിം തീവ്രവാദികളുടെയും വീഡിയോസും ഫോട്ടോസുമൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് കാണുകയാണ്. അതായത് മൊറോക്കോയിലുള്ള കുറേ ജിഹാദികൾ സ്പെയിനിലേക്ക് ഓടിച്ചെല്ലുന്നത് അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കാനൊക്കെയാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും നമ്മളോട് പറഞ്ഞു തന്നത്. ഏത് രാജ്യത്തേക്ക് ആര് എങ്ങനെ കയറിക്കഴിഞ്ഞാലും ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറ്റം തന്നെയാണ്. ഇന്ത്യയിൽ നിന്നൊക്കെ ഇല്ലീഗലായിട്ട് അമേരിക്കയിലേക്ക് പോയ നമ്മുടെ ആളുകളെ അമേരിക്കയിൽ നിന്ന് കാലിൽ ചങ്ങല കെട്ടിയിട്ടൊക്കെ നാട്ടിലേക്ക് തിരിച്ചയച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഏത് രാജ്യമാണെങ്കിലും ചെയ്യണം. അവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള വ്യത്യാസമില്ല. പക്ഷേ ഈ മൊറോക്കോയിലെ മുസ്ലിങ്ങൾ കടൽ നീന്തിക്കടന്ന് മതം പരത്താൻ ഓടിച്ചെന്നതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് ആഴത്തിൽ കടക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ കാണേണ്ട ചില അന്താരാഷ്ട്ര രാഷ്ട്രീയ തന്ത്രങ്ങളും വലിയ ഗൂഢാലോചനകളുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സ്പെയിനിലും മൊറോക്കോയിലും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി പരിശോധിക്കാം. ഇതിനിടയിൽ കുറച്ച് ആളുകൾ വന്ന് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് ഇസ്രയേൽ ജയിച്ചതാണ്, അമേരിക്ക ജയിച്ചതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സ്പെയിനിൻ്റെയും മൊറോക്കോയുടെയും കാര്യത്തിൽ എന്തിനാണ് ഈ അമേരിക്കയെയും ട്രംപിനെയും നെതന്യാഹുവിനെയും ഒക്കെ ഇതിൻ്റെ ഇടയിലേക്ക് കുത്തിക്കയറ്റിയത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതിനു മുൻപ് അതിനേക്കാൾ വലിയൊരു അഴിഞ്ഞാട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. പൊതുവേ ഈ മുസ്ലിം തീവ്രവാദികൾ ഓരോ സ്ഥലത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ അവസ്ഥയാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ സംഘ തീവ്രവാദികൾ ഭയങ്കരമായിട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു കമ്മ്യൂണൽ കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു, മുസ്ലിങ്ങളെ അടിക്കുന്നു, തൊഴിക്കുന്നു, മുസ്ലിങ്ങളുടെ കടകൾ എടുത്ത് എറിയുന്നു. മൊത്തത്തിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആക്രമണങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. മുസ്ലിം തീവ്രവാദികൾ മറ്റ് രാജ്യങ്ങളിൽ പോയി പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സംഘ തീവ്രവാദികൾ നേപ്പാൾ പിടിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ സംഘശാഖകളുണ്ടോ അവിടെയൊക്കെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികൾ ഇസ്ലാമിക് തീവ്രവാദികളാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അതിനേക്കാൾ വലിയ തീവ്രവാദികളായി നമ്മുടെ നാട്ടിലെ സംഘി തീവ്രവാദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേപ്പാൾ കഴിഞ്ഞാൽ അടുത്തത് ഭൂട്ടാൻ പിടിക്കും, മ്യാൻമർ പിടിക്കും, ഒടുവിൽ ഓസ്ട്രേലിയ വരെ പിടിക്കുമെന്നാണ് ഇവരുടെ വിചാരം. കാരണം അതൊക്കെ പണ്ട് നമ്മുടെ ആസ്ഥാനമായിരുന്നല്ലോ. മൊത്തത്തിൽ ഇന്ത്യ പിടിച്ചടക്കി ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ ബാക്കി രാജ്യങ്ങളും പിടിക്കാൻ നോക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി നമുക്ക് മൊറോക്കോ സ്പെയിൻ വിഷയത്തിലേക്ക് വരാം. മൊറോക്കോയിൽ നിന്ന് ഈ തീവ്രവാദികൾ സ്യൂട്ടയിലേക്കാണ് പോയിട്ടുള്ളത്. സ്യൂട്ട എന്ന് പറഞ്ഞാൽ സ്പെയിനിൻ്റെ ഭാഗമായി യൂറോപ്പിലേക്ക് അധിനിവേശത്തിന് പോയിരിക്കുകയാണ് ഇവരെല്ലാം എന്നാണ് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ആകെ 85,000 ആളുകൾ മാത്രം താമസിക്കുന്ന സ്പെയിനിൻ്റെ ഒരു കേന്ദ്രഭരണ പ്രദേശം പോലെയാണ് സ്യൂട്ട. മാപ്പ് കാണുമ്പോൾ തന്നെ തോന്നും സ്പെയിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ആഫ്രിക്കയുടെ അത്രയും അടുത്ത് കിടക്കുന്ന മൊറോക്കോയിൽ നിന്ന് വെറും 4 മൈൽ മാത്രം മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് 15-16 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തതാണ്. അന്ന് മുതൽ മൊറോക്കോയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഈ ഭാഗം സ്പെയിനിൻ്റെ കോളനിയായി തുടരുകയായിരുന്നു. അവിടുന്ന് സ്പെയിനിലേക്ക് പോകണമെങ്കിൽ മെഡിറ്ററേനിയൻ കടലും സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടും ഇത് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. ഇത് കടക്കേണ്ടി വരും. സ്പെയിനിൻ്റെ മെയിൻലാൻഡിൽ എത്താൻ മൊത്തത്തിൽ 700 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇനി മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള ബന്ധവും ഇതിലേക്ക് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പങ്ക് എന്താണെന്ന് നമുക്ക് ടൈം ലൈൻ വെച്ച് നോക്കാം. മൊറോക്കോയിലെ ഒരു രാജ്യത്തെ ഹൈവേക്ക് ട്രംപിൻ്റെ പേരാണ് അവിടുത്തെ രാജാവ് നൽകിയിട്ടുള്ളത്. അത് അത്രത്തോളം അമേരിക്കയുമായുള്ള അവരുടെ അടുത്ത ബന്ധം കാണിക്കുന്നു. അതുപോലെ ഇസ്രയേലും മൊറോക്കോയും തമ്മിലുള്ള ബന്ധവും വളരെ വലുതാണ്. 2020 മൊറോക്കോ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്തിരുന്നു. ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മൊറോക്കോ.
ഈ സൈൻ ചെയ്തതോടുകൂടി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആഫ്രിക്കയിലെ വെസ്റ്റേൺ സഹാറ പ്രദേശം മൊറോക്കോയ്ക്കുള്ളതാണെന്ന് ഉറപ്പ് നൽകി. അൾജീരിയ ഇതിനെതിരെ സ്വതന്ത്ര ഏരിയ വേണമെന്ന് ആവശ്യപ്പെട്ട് നിൽക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ് മൊറോക്കോയ്ക്ക് ആ പിന്തുണ നൽകിയത്. അന്നു തുടങ്ങി മൊറോക്കോ കംപ്ലീറ്റ്ലി ഇവർക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ സ്പെയിൻ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. സ്പെയിൻ പ്രസിഡന്റ് പെട്രോ സാഞ്ചസ് കടുത്ത ഒരു ജൂതവിരോധിയും ഇസ്രയേൽ വിരോധിയും ട്രംപ് വിരോധിയുമാണ്. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾ ട്രംപിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ പെട്രോ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. വെനിസ്വേല വിഷയത്തിലും ട്രേഡ് ഡീലുകളിലും അമേരിക്കയെ എതിർത്ത ആളാണ് ഈ പുള്ളി. സ്പെയിൻ ഇസ്രയേലിനെ വളരെയധികം എതിർക്കുന്നുണ്ട്. ഗാസ ജനോസൈഡിനെതിരെ സംസാരിച്ച പെട്രോ ഇസ്രയേലുമായി യാതൊരു ട്രേഡ് ബന്ധങ്ങളും ആയുധ കച്ചവടങ്ങളും നടത്തുന്നില്ല. ഇസ്രയേൽ കണക്റ്റഡ് ആയിട്ടുള്ള കപ്പലുകൾ പോലും സ്പെയിൻ പോർട്ട് തുറന്നു കൊടുക്കാറില്ല. 2021 അൾജീരിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്പെയിൻ രംഗത്ത് വന്നത് മൊറോക്കോയെ ചൊടിപ്പിച്ചു. അന്ന് മൊറോക്കോ സ്യൂട്ടയിലേക്ക് 10,000-ഓളം ആൾക്കാരെ കയറ്റിവിട്ട് പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇപ്പോഴിതാ സ്പെയിൻ പ്രസിഡന്റ് പെട്രോ അൾജീരിയയിൽ സന്ദർശനം നടത്തി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കിയത് മൊറോക്കോയ്ക്കും വീണ്ടും ദേഷ്യമുണ്ടാക്കി. ഇതിന്റെ പുറത്താണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സപ്പോർട്ടോടെ മൊറോക്കോ സ്പെയിനിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാൻ ഈ കുടിയേറ്റ നാടകം കളിച്ചത്. മൊറോക്കോയിലെ മനുഷ്യക്കടത്ത് മാഫിയകളും ചില സംഘടനകളും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ നടത്തി. സ്പെയിനിൽ പുതിയ വിധി വന്നിട്ടുണ്ടെന്നും ഇൻലീഗലായി കടൽ മാർഗം എത്തുന്ന മൈഗ്രേറ്റുകൾക്ക് സ്പെയിൻ അഭയവും വിസയും പാസ്പോർട്ടും എല്ലാ ലീഗൽ പിന്തുണയും കൊടുക്കുമെന്നുള്ള വ്യാജ വാർത്തകൾ ഇവർ പടച്ചുവിട്ടു. ദരിദ്ര രാജ്യമായ മൊറോക്കോയിലെ ജനങ്ങളെ ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതിർത്തിയിലേക്ക് ചാടിക്കുകയായിരുന്നു. മൊറോക്കോയിൽ ജീവിക്കുന്ന സുനീത് ഖാൻഡി എന്ന വ്യക്തിയുടെ വീഡിയോ വിവരങ്ങൾ പ്രകാരം ഇത് യൂറോപ്യൻ മെയിൻലാൻഡിലേക്ക് ഉള്ളതല്ല, മറിച്ച് ആഫ്രിക്കയിലേക്കുള്ള സൂട്ടയിലേക്കാണ് ആളുകൾ കയറാൻ ശ്രമിച്ചത്. ദിവസേന 2000-ഓളം പേർ പോകുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ എന്നതൊക്കെ പെരുപ്പിച്ച് കാട്ടിയ കണക്കുകളാണ്. ആളുകൾ അങ്ങോട്ട് ചാടി വീണെങ്കിലും അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് പോയവരിൽ ഭൂരിഭാഗം പേരും ഏകദേശം 45,000-ഓളം ആളുകൾ തിരിച്ച് മൊറോക്കോയിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. സ്പെയിനിനെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദത്തിലാക്കാനും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി ശത്രുത ഉണ്ടാക്കാനും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ മൊറോക്കോ സർക്കാർ ഒപ്പിച്ച ഒരു നാടകം മാത്രമാണിത്. ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തിന് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവോ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ട സംഘ തീവ്രവാദികളും ലോകത്തിന് വലിയ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.